വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് പിറക്കാൻ വേണ്ടിയിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഡിസംബർ 25 ആവാൻ വേണ്ടിയിട്ട് മറ്റൊരു വിശേഷം കൂടി ഉണ്ട്. ഇവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇവൻ ലയണൽ നദാലാണ്, അതായത് ബോൺ നദാൽ, ക്രിസ്മസിൻ്റെ അന്ന് ജനിച്ചതാണ്. അപ്പോൾ ക്രിസ്മസ് പിറക്കാൻ വേണ്ടിയിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മെഗാ പുൽക്കൂട് മേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പള്ളിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2-3 പുൽക്കൂടുകൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതാണുള്ളത്. പുൽക്കൂട് കാണാൻ പോവാണ് നമ്മളെല്ലാവരും കൂടി. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെൻറ് തോമസ് ചർച്ചാണ് കേട്ടോ നമ്മുടെ പള്ളി. അപ്പോൾ ഇവിടെ കയറി വരുന്ന വഴിക്ക് തന്നെ ഈ തൂണുകളിലൊക്കെ ചിത്രശലഭവും തത്തയും മയിലും അങ്ങനെ പടങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് സൈഡ്. ഇനി ഈ മിറ്റം മുഴുവൻ ഇവിടുത്തെ ഓരോ ഇടവകൾക്കും ഓരോ യൂണിറ്റുകൾക്കും അവരുടേതായിട്ട് സ്വന്തമായിട്ടുള്ള ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൊത്തം ഇത് ആണ് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ പൂക്കുല വെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് പണിയെടുത്തിട്ടുള്ളത് ആലോചിക്കുമ്പോഴാണ്. ഈ നാട്ടിലെ എല്ലാ തെങ്ങും പറമ്പെന്ന് വരും ഇതിപ്പോൾ പറക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അല്ലാത്ത വർക്കാണ്, സമ്മതിക്ക് തന്നെ വേണം കേട്ടോ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് തന്നെ കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം എന്തായാലും. അത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും വർക്ക് ചെയ്തിട്ടില്ലേ അവർ മോശമായി എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. അവരൊരു വെറൈറ്റി ചെയ്താണ് ഞാൻ പറയുന്നത്. ഇതിലെല്ലാവരും അന്തസ്സായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ 10-30 മേലെ ക്രിസ്മസ് ട്രീസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എഫേർട്ടും അവരുടെ ആ ഒരു ഡെഡിക്കേഷനും പറയാതിരിക്കാൻ പറ്റില്ല. പല പല ഐഡിയകളാണ് കേട്ടോ, നമ്മളൊന്നും ചിന്തിക്കാത്ത പോലെ. ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഐഡിയകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ നല്ല എന്താ പറയുക, അടിപൊളി കലാകാരന്മാർ ഒരുപാടുണ്ടെന്ന് പല കൊല്ലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇപ്രാവശ്യം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. ഇതാ മറ്റൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഇതിൻ്റെ അധ്വാനം ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് പേപ്പർ കൊണ്ടാണ് കേട്ടോ. പേപ്പർ മടക്കി ഒട്ടിച്ചിട്ടാണ് ഇത് ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ ആളുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രകൃതി സൗഹാർദ്ദ ക്രിസ്മസ് ട്രീ. ഒറിജിനൽ മാവും തൈയാണ് കേട്ടോ. അത് അവർ ക്രിസ്മസ് ട്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇത് കണ്ടോ, മിറ്റം മുഴുവൻ ക്രിസ്മസ് ട്രീ ആണ്. ആ കാണുന്നതാണ് റോട്ടിൽ നിന്ന് വരുന്ന വഴിയുടെ പള്ളിയുടെ വഴി. കഴിഞ്ഞ കൊല്ലം ഇത് ഈ 2 സൈഡിലായിരുന്നു. അതും ഒടുക്കത്തെ ഭംഗിയായിരുന്നിട്ട് അവിടെ നിന്ന് കയറി വരുമ്പോൾ. ഇതിപ്പോൾ ഇത്തിരി കൂടെ ഒതുക്കി ഇവിടെ അല്ല 2 സൈഡിലേക്കും. ഇതാണ് പള്ളിയുടെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ഇവിടെയും നല്ല മനോഹരമായ രീതിയിൽ തന്നെ ദീപാലങ്കാരമാണ് കേട്ടോ. ഇടത്തെ സൈഡിലാണ് പുൽക്കൂടുള്ളത്. ഇവിടെയും നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിയൊരു കൊട്ടാരമാണ്. ഈ കൊട്ടാരത്തിന് മാത്രം എത്ര ദിവസത്തെ പണിയുണ്ടെന്ന്. നമ്മുടെ അവിടെ ഫ്രണ്ട്സൊക്കെ ഒരു യൂണിറ്റിൽ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ 1 മാസം 2 മാസം മുന്നൊക്കെ തന്നെ ഇതിൻ്റെ പരിപാടികൾ തുടങ്ങും. ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള രാത്രി സമയങ്ങളിലാണ് കേട്ടോ ഇത് ചെയ്യുക. 12 മണി 1 മണി വരെയൊക്കെ അവർ എല്ലാ ദിവസവും ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ടിരിക്കും.
അത്രയും എഫേർട്ടാണ് ഈ 2 മാസത്തെ അവരുടെ ഈ ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും എഫേർട്ട് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ പറ്റില്ല. ഇത് വേറൊരു സംഭവം. ഇതെന്ന് വെച്ചാൽ നാനോ പുൽക്കൂടാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ പുല്ല്, വൈക്കോല്, മരം, ഓലയുടെ സംഭവങ്ങൾ, അങ്ങനെ നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന സംഗതികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതും കോമ്പറ്റീഷൻ തന്നെയാണ്. ഇതൊക്കെ കണ്ടോ, എത്ര രസവും എത്ര ഐഡിയ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, എത്ര എഫേർട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വരാനായിട്ട്. ഈ ചങ്ങാതിക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്നാണ് കേട്ടോ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വേറൊരു വെറൈറ്റി കണ്ടോ, വുഡൻ മെറ്റീരിയലാണ്. എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം എന്നറിയില്ല, എന്നാലും കലക്കി. അപ്പം എന്തായാലും ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പുൽക്കൂട് കാണാൻ പോകട്ടെ. ഇതാണ് കേട്ടോ അവിടേക്കുള്ള എൻട്രൻസ്. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ചരിത്രങ്ങളും അതുപോലെ പുൽക്കൂട് എങ്ങനെയുണ്ടായി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർക്ക് ഇതൊരു അറിവായിട്ട് ഇപ്പോൾ സ്വീകരിക്കാവുന്നതാണ്. മീൻകുട്ടന്മാർ നീന്തി തുടിക്കുന്ന ഒരു പൂളും അതിന് മേലെ കൂടെ ഒരു ആർച്ച് പാലവും, അങ്ങനെ ഒരുപാട് ദിവസത്തെ പണികൾ മൊത്തം ഇന്ന് കളറായിട്ട് തന്നെ നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ പരമാവധി കമൻറ്റിൽ പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് ഇവരുടെ എഫേർട്ട്. ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തിരക്കിലും ഒരുക്കപ്പാടിലൊക്കെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ടൈമായി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ കേട്ടോ. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ക്രിസ്മസ്.